വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ചെളി ടയറിൽ പെട്ടെന്ന് പിടിച്ചു. ത്രോട്ടിൽ കൊടുക്കുന്ന നോർമൽ ത്രോട്ടിലിന് കൊടുത്ത വണ്ടി പെട്ടെന്ന് സ്ലിപ്പായി. ചെയിൻ സ്ട്രോക്കിൻ്റെ ലൈഫ് കുറവാണ്. പിന്നെ ഫസ്റ്റത്തെ ചെയിന് വളരെ മോശമായിരുന്നു. സെയിം R15 എടുത്ത സമയത്ത് ഇത് തന്നെയാണ്. ചെയിനിൻ്റെ ക്വാളിറ്റി ഇത്തിരി യമഹ കുറച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഹായ്, വെൽക്കം ടു ഓട്ടോ സ്പേസ്. ഇന്ന് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു എഞ്ചിനുള്ള 2 വണ്ടികൾ? (2019) മോഡൽ MT15 എൻ്റെ കയ്യിൽ ഉണ്ട്. കൂടാതെ തന്നെ ഒരു R15 V4 2022 മോഡൽ. ഇത് രണ്ടും ഒരേ വണ്ടികൾ, ഒരേ വണ്ടി എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് 2 വെച്ചിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, 2 വണ്ടിയും എൻ്റെ ആണെങ്കിൽ കൂടി എനിക്ക് ഒരു ബ്രദറുണ്ട്. ഇപ്പോൾ പുള്ളിക്കും കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത്. അപ്പം ഇത് ചൂസ് ചെയ്യാനുണ്ടായ ഒരു കാര്യം എന്താണെന്നാണ്. ഇനിഷ്യലി ഞാൻ ആദ്യം 2019 വണ്ടി മേടിച്ച് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് MT15 ഇറങ്ങിയാണ്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്യാതെയാണ് വണ്ടി എടുക്കുന്നത്. എടുത്തിട്ട് ഉണ്ടായ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഒരു ഫാക്ടറാണ് അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഫെയറിങ് ഉള്ള മോട്ടോർ സൈക്കിളിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു പാസ്റ്റ് കുറച്ച് നാൾ. അതിനുശേഷം ഒരു സഡൻലി എനിക്കൊരു മൈൻഡിൽ വന്നു, ഏതെങ്കിലും ഫണ്ട് വരുമ്പം ഓക്കെ എനിക്ക് ട്രാക്കിലോ അങ്ങനെ എന്തെങ്കിലും പോകണം. അപ്പോൾ ആ സമയത്ത് MT കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനിയൊരു വണ്ടി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഒരു ഫെയർഡ് മോട്ടോർ സൈക്കിൾ ആയിരിക്കണം എന്ന് എൻ്റെ മൈൻഡിൽ ആ ടൈമിൽ ഉണ്ടായിരുന്നു. ആ ടൈം പീരീഡിൽ എന്തായാലും പറ്റത്തില്ല, അത്രയും ഫണ്ട് നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഒബ്വിയസ്ലി ബ്രദർ എന്തായാലും പർച്ചേസ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ടൈം പീരീഡ് ഞാൻ നോക്കി കണ്ടുപിടിച്ചൊരു എന്താ പറയുക സൊല്യൂഷനാണ് R15 എന്ന് പറയുന്നത്. അപ്പം എനിക്കൊരു ഫ്യൂച്ചർ പ്രൂഫാണ്. ഇപ്പോൾ ഒരു ട്രാക്കിൽ കൊണ്ടുപോകണമെന്ന് തോന്നിയാൽ എനിക്ക് ഇറക്കാനായിട്ട് വേണ്ടിയാണ് ഞാൻ അത് എടുത്ത് വെച്ചേക്കുന്നത്. ഓൾമോസ്റ്റ് ഈ 2 വണ്ടിയും വിഷ്വലി കാണുമ്പോൾ തന്നെ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിൻ സെയിം ആണെങ്കിലും ഇതിൻ്റെ ക്യാരക്ടർ രണ്ടും നല്ല രീതിയിൽ ഡിഫറൻസ് വരുന്നതാണ്. ഒരെണ്ണം ഒരു റോഡ്സ്റ്റർ, ഒരു പെപ്പി റോഡ്സ്റ്റർ, സിറ്റി ട്രാഫിക്കിലൊക്കെ നമുക്ക് എൻഗേജിങ് ആയിട്ടും എൻ്റർടൈൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മോഡൽ. രണ്ടാമത്തെ R15 എനിക്ക് ഇപ്പം ഞാൻ ട്രാക്കിലൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എനിക്ക് R15 മെയിൻലി തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു നല്ലൊരു ടൂററാണ് R15. എല്ലാവർക്കും പറ്റണമെന്ന് പറയുന്നില്ല ഞാൻ, ബട്ട് എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത എൻ്റെ 2 വണ്ടികളും, ഒരു റോഡ്സ്റ്റർ എൻ്റെ ഉണ്ട്, ഒരു എന്താ പറയുക ഒരു ഫെയർഡ് മോട്ടോർ സൈക്കിൾ, ഒരു സ്പോർട്സ് മെഷീൻ എൻ്റെ ഉണ്ട്. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ടൂറിങ് മെഷീനായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ R15 ആണ്. എൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ക്രൂസിങ് സ്പീഡാണ്. ഒരു MTയിൽ എനിക്ക് നോർമലി ഞാനൊരു 80-90 80-90 ആണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു സ്പീഡിൽ. എഞ്ചിനും അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേസമയം സെയിം എഞ്ചിൻ ആണെങ്കിൽ കൂടിയും R15 എനിക്കൊരു 90-100-105 വരെയും എനിക്ക് ഈ ഒരു ഫീൽ, കോൺഫിഡൻസ് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ലോങ് ട്രിപ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു 60-70 കുറേ ടൈം പോകാൻ നേരത്ത് നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യും. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയത്തില്ല, എനിക്ക് മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് എൻഗേജിങ് ആയിരിക്കണം, കുറച്ച് എന്താ പറയുക ഒരു ഫോക്കസ്ഡ് ആയിരിക്കണം ഞാൻ സ്വന്തമായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യം. ആ ടൈമിൽ ഈ ഒരു ക്രൂസിങ് സ്പീഡ് എനിക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒബ്വിയസ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നമ്മളെ റോഡ്സ് അതിന് പറ്റുന്നില്ല. പറ്റുന്ന ടൈമുകളിൽ, അത്യാവശ്യം ക്യാമറാസ് ഇല്ലാത്ത റോഡുകളിൽ ഞാനത് അച്ചീവ് ചെയ്യുന്നുണ്ട്. ആ ടൈം പീരീഡിൽ എനിക്ക് വൈബ്രേഷൻ അധികം ഫീൽ ചെയ്യാറില്ല. പിന്നെ എഫിഷ്യൻസി പറയാതിരിക്കാൻ പറ്റത്തില്ല. ലെജൻഡറി യമഹയുടെ എൻജിൻസ് ആണ് നമ്മുടെ R15 MTയിലും ഇരിക്കുന്ന. ആ ഒരു എൻജിൻ നമ്മളൊരു എന്താ പറയുക ഒരു 100 km/h പോയി കഴിഞ്ഞാൽ കൂടി എനിക്ക് ആവറേജ് ഒരു 48 മൈലേജ് കിട്ടുന്നുണ്ട് ലോങ് ട്രിപ്സ് അടിക്കുമ്പോൾ. പിന്നെ അതിൽ നമ്മൾ ഈ സ്പീഡ് കുറച്ചും കൂടെ എന്താ റിലാക്സ് ചെയ്ത് വിഷ്വൽസ് ഒക്കെ എൻജോയ് ചെയ്ത് പോകുന്ന സമയത്ത് 55 എബോവ് വരെ മൈലേജും എനിക്ക് അക്കമുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കംഫർട്ട്നെസ് കൊണ്ടാണ് ഞാൻ ഇത് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. മിക്ക ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ബാക്ക് പെയിൻ വരുന്നില്ലേ എന്നുള്ള. സത്യം പറഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിൻ ഇത് യൂസ് ചെയ്ത് വന്നിട്ടില്ല. ഞാൻ വിചാരിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, ചിലപ്പം എൻ്റെ ശരികളാണ്, എപ്പോഴും ഞാൻ ശരിയെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു കൺസിഡറേഷൻ, നമ്മൾ ഒരു നേക്കഡ് വണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫെയർഡ് മോട്ടോർ സൈക്കിളോ നമ്മൾ ബാക്കിൽ നമുക്ക് ഇമ്പാക്റ്റ് കൂടുതലായിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ്. കുറച്ച് ലീൻ ഫോർവേഡ് ആണെങ്കിൽ കൂടി നമ്മൾ ബാക്കിൽ ഒരു ഹിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ ബാക്കിൽ ഫുള്ളായിട്ട് വരത്തില്ല. ഇപ്പം നമ്മുടെ R15 പോലത്തെ ഒരു ഫെയർഡ് മോട്ടോർ സൈക്കിൾ നമ്മൾ ഒബ്വിയസ്ലി ലീൻ ചെയ്താണ് ഫ്രണ്ടിലോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ലീൻ ചെയ്തിരിക്കാൻ നേരത്ത് ഈ എന്തെങ്കിലും നമ്മൾ ഹിറ്റോ പോട്ട് ഹോൾസോ ബംസോ വന്ന് നമ്മുടെ ബാക്കിലോട്ട് ഇടി വന്നാലും നമുക്ക് ട്രാൻസ്ഫർ ആവുന്നില്ല നമ്മുടെ നടു സെക്ഷനിലോട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിന്ന് വരെ നടുവേദന വന്നിട്ടില്ല, പണ്ടോട്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് എനിക്ക് വ്യത്യാസം വന്നില്ല. കാരണം ഓൾമോസ്റ്റ് 40,000 കിലോമീറ്റർ ആയിട്ടുണ്ട് എൻ്റെ വണ്ടി. അതിലൊരു 25,000 കിലോമീറ്ററെങ്കിലും ഞാൻ തന്നെയായിരിക്കും അത് ഓടിച്ചിട്ടുള്ളത്. അതിൽ കുറേ ലോങ് ട്രിപ്സ്, കൊടൈക്കനാൽ, മൂന്നാർ, പിന്നെ ഊട്ടി, അങ്ങനെ കുറേ പ്ലേസസ് ഞാൻ ഈ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ 2 വണ്ടിയും ഒരുമിച്ച് ഞാൻ ഫ്രണ്ട്സുമായിട്ടാണ് പോകുന്നത്. 2 വണ്ടിയും യൂസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഓടിച്ചതിൽ എൻ്റെ ഒരു കംഫർട്ടബിൾ എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത് R15 ലോങ് പോകാനായിട്ട്.
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം R15 വെർഷൻ 4 ഇനിഷ്യൽ ടോർക്ക് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹൈവേയിലാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ഇനിഷ്യൽ ടോർക്ക് കുറയുന്നത് മിഡ് സ്ട്രോങ് ആണ്. മിഡും ടോപ്പും R15 എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് സ്ട്രോങ് ആയിട്ടാണ്. തിരിച്ച് MDയിൽ വരാൻ നേരത്ത് ഇനീഷ്യലും മിഡും സ്ട്രോങ് ആണ്, പക്ഷേ ടോപ്പ് അത്ര രീതിയിൽ വരുന്നില്ല. അതായത് ഒരു R15 നമുക്കൊരു 130 വരെ ഈസി ആയിട്ട് പോകും, പെട്ടെന്ന് കയറും. 60 ഗിയർ ഒരു 130ൽ ടപ്പനായിട്ട് കയറും. അതേ സമയത്ത് നമ്മൾ MD ആണെങ്കിൽ ഒരു 110 120 സ്പീഡിനും അതിനുശേഷം പിന്നെ ഗ്രാജുവലായിട്ട് കയറത്തുള്ളൂ. അതുകൊണ്ട് തന്നെ MDയുടെ ഒരു ടോപ്പ് സ്പീഡ് നമുക്ക് ഒരു 135 to 140 ആണ് ഞാൻ മാക്സിമം. 140 വരെയാണ് എൻ്റെ വണ്ടി മാക്സിമം ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അതേസമയം R15 ആണെങ്കിൽ ഐ തിങ്ക് 150 അടുപ്പിച്ച് ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അത് ടൈം എടുത്ത് ഗ്രാജുവലി ആണ് പോകുന്നത്. ഈസി ആയിട്ട് പോകുന്ന 130, ഓക്കെ. MT15 ആണ് ഈസി ആയിട്ട് പോകുന്ന 120. അപ്പം അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈഡിങ് ഡൈനാമിക്സ്. MD ആകുമ്പോൾ നമ്മൾ അപ്രൈറ്റ് ആണ് ഇരിക്കുന്നത്. അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ദ മോട്ടോർ സൈക്കിളാണ്, വണ്ടിക്ക് മേലെ കയറി ഇരിക്കുന്ന ഫീലാണ്. കാരണം ഹാൻഡിൽ ബാർ നമ്മുടെ ക്ലോസ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ വണ്ടി ഫ്രണ്ടിൽ ഇരുന്ന് ഓട്ടിക്കുന്ന ഒരു ഫീലാണ് MDയിൽ ഇരുന്ന് ഓട്ടിക്കും. അതുകൊണ്ട് തന്നെ നല്ല എൻഗേജിങ് ആണ് MD സിറ്റിയിൽ കൊണ്ട് നടക്കാൻ. ഇപ്പോൾ ട്രാഫിക് ആയിക്കോട്ടെ, ഒരു വണ്ടി നമ്മൾ കട്ട് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിട്ട് പെപ്പിയാണ് വണ്ടി. പിന്നെ രണ്ട് വണ്ടികളും തമ്മിൽ സ്പ്രോക്കറ്റിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. MDക്ക് 52 ടീത്ത് ബാക്കിൽ വരുന്ന, R15 48 ടീത്ത്. അപ്പോൾ 52 ടീത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനിഷ്യൽ ടോർക്ക് ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഇപ്പം ക്ലച്ച് വിടുമ്പോൾ തന്നെ ഒരു ബമ്പപ്പ്, നമ്മൾ അത്യാവശ്യം നല്ല ആക്സിലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീല് ലിഫ്റ്റ് ആവുന്ന ഒരു ഫീൽ നമുക്ക് MDക്ക് വരും. അതായത് MD ഓണേഴ്സിന് മിക്ക ആൾക്കാർക്കും അറിയാം. അത് നമുക്ക് എന്താ പറയുക, സിറ്റിയിലേക്ക് കൊണ്ടുനടക്കാൻ ഭയങ്കര എൻഗേജിങ് ആണ്. അതേസമയം എന്നാൽ നമ്മൾ ഹൈവേയിൽ പോകുന്ന സമയത്തും എൻഗേജിങ് ആണ്. സ്റ്റിൽ എൻ്റെ ഒരു മോട്ടോർ സൈക്കിൾ ഉള്ളത് കൊണ്ടാണ് എനിക്കത് പ്രിഫർ ചെയ്യുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇനി MT ഓക്കെയാണ്. ഞാൻ MTയിലും ഇതേപോലെ കുറേ ലോങ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, എനിക്ക് ഈ 2022 ഞാൻ എടുക്കുമ്പം ഡ്യുവൽ ചാനൽ ABS ഉള്ളൊരു വണ്ടി ഓപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൻലി ABS ഒരു സേഫ്റ്റി എയ്ഡാണ്, അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഏതൊരു ബ്രാൻഡ് ആയാലും നോൺ ABS സിംഗിൾ ചാനൽ ABS ഉള്ളൊരു വണ്ടി ഈ ഒരു 2025 കൊടുക്കാതിരിക്കുക മാക്സിമം. എൻ്റെ ഒരു കൺസിഡറേഷൻ പറയാം. കാരണം ഞാൻ എൻ്റെ MD എടുത്തു ഓൾമോസ്റ്റ് 2 years ബാക്ക്. ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് വണ്ടി ഫുള്ള് പോയി. വീണ്ടും ഞാൻ അസംബിൾ ചെയ്തെടുത്ത മോഡലാണ്. അന്ന് ഞാൻ വീഴുന്ന സമയത്ത് എനിക്കൊരു ഫീൽ വന്നതെന്ന് പറഞ്ഞാൽ, അതിന് റിയർ ABS ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കൊലിഷൻ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയേനെ. കാരണം ഞാൻ വന്നു, ഒരു കോർണർ എടുത്തു, സ്ട്രെയിറ്റായി എൻ്റെ ആക്സിലേറ്റ് ചെയ്തു വീണ്ടും പെട്ടെന്നൊരു വണ്ടി വരുന്നു. ഞാൻ ബ്രേക്ക് പിടിച്ച സമയത്ത് വീല് സ്ലിപ്പായാണ് വണ്ടി കറങ്ങിപ്പോയത്. റിയർ ABS ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ലിപ്പ് ഒഴിവാക്കാമായിരുന്നു. ഇതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അന്ന് എനിക്ക് രക്ഷപ്പെട്ടു. അതുകൊണ്ട് അന്ന് ഞാൻ മൈൻഡിൽ ഉറപ്പിച്ചൊരു കാര്യമാണ്, എനിക്ക് ഡ്യുവൽ ചാനൽ ABS ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേൾക്കുന്ന ആരായാലും, ഇപ്പം നമ്മളതിൽ പൈസയുണ്ട്, ഒരു 10,000-20,000 രൂപ അഡീഷണൽ ABS മാത്രമേ കിട്ടുന്നുള്ളൂ, സ്പെൻഡ് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ഓർ നിങ്ങൾ ഇഷ്ടപ്പെട്ട് എടുത്തു കൊടുക്കുന്ന ആൾക്കാരുടെ ലൈഫ് സേഫ് ആയിരിക്കും കുറച്ചും കൂടെ. ഐ എം നോട്ട് സെയിങ് ദാറ്റ് 100% സേഫ് അല്ല, എന്നാൽ നമ്മൾ 50 ഇരിക്കുന്നത് 95% കൊണ്ടുവരാൻ പറ്റും. അതൊരു ചെറിയൊരു എയ്ഡാണ്, പക്ഷേ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. പിന്നെ R15 മിക്ക ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യുന്ന കാര്യമാണ്, എന്തിനാണ് ഒരു സ്മോൾ കപ്പാസിറ്റി മോട്ടോർ സൈക്കിളിന് ട്രാക്ഷൻ കൺട്രോൾ എന്തിനാണ് കൊടുത്തേക്കുന്നത്. ഒബ്വിയസ്ലി നിങ്ങളുടെ കൂടെ എല്ലാവരുടെയും ഞാനും ചേരുന്നുണ്ട്. നോർമൽ സിനാരിയോസിന് നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാനിങ്ങനെ പോവുകയാണ്, നമ്മളിവിടെ റോഡ് വർക്ക് നടക്കുവാണ്. അപ്പോൾ അവിടെ മണ്ണ് അറിയാമല്ലോ, നമ്മൾ ക്ലേ കൊണ്ടുവന്ന ഒരു ഡംപ് ചെയ്ത് ടൈറ്റ് ആക്കാൻ വേണ്ടി റോഡ്. അപ്പോൾ ആ റോഡ് സർഫസ് ടൈറ്റ് ആക്കാൻ വേണ്ടി അവർ ഡംപ് ചെയ്തിട്ട് ഇതിന് വെള്ളം സ്പ്രേ ചെയ്തിട്ടേക്കും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമുക്കതൊരു കട്ട് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു നോർമൽ ഡേ എന്നും പോകുന്നതാണെങ്കിൽ ഞാൻ അതിൽ പോയി 40-50 ആ ഒരു സ്പീഡേ ഉള്ളൂ. പെട്ടെന്ന് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ചെളി ടയറിൽ പെട്ടെന്ന് പിടിച്ച് ഞാൻ ജസ്റ്റ് ത്രോട്ടിൽ കൊടുക്കുന്നില്ല, നോർമൽ ത്രോട്ടിലിന് കൊടുത്ത വണ്ടി പെട്ടെന്ന് സ്ലിപ്പായി വണ്ടി പെട്ടെന്ന് ഒരു സൈഡിലോട്ട് മൂവായി തുടങ്ങിയതും TC അതിൽ ആക്റ്റീവായി ഓട്ടോമാറ്റിക് വീലിൻ്റെ സ്പീഡ് അങ്ങ് കട്ട് ചെയ്യുക. ഫ്രണ്ടിൽ വീലിന് സ്പീഡ് അത്രയും വരുന്നില്ല, ബാക്ക് സ്പീഡ് ഓവർ ആയിട്ടുമ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ വണ്ടി സ്ലൈഡായി. ബട്ട് ആ സ്ലൈഡോടുകൂടി മറിഞ്ഞങ്ങ് പോകാനുള്ള നോക്കിയിട്ടില്ല. പിന്നെ കൺട്രോളിലോട്ട് വന്നു, കൺട്രോളായി വണ്ടി നിർത്താൻ പറ്റി എനിക്ക്. അത് ഒരു പാസീവ് സേഫ്റ്റി ഫീച്ചറായിരുന്നു. അത് ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ മേ ബി അത് ഞാൻ വീഴാമായിരിക്കും, മേ ബി അതില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ സ്റ്റിൽ എൻ്റെ കണ്ണിൽ എനിക്കത് കണ്ടു, അതുണ്ടായതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായി. നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് പ്രീമിയം ആണ്. R15 ഓക്കെ, 150cc ഏറ്റവും പ്രീമിയം മെഷീനാണ്. നമ്മൾ ആ പ്രീമിയം ചാർജ് ചെയ്യുന്നതിൽ അവർ അൺയൂസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ അല്ല കൊടുത്തിരുന്നത്. ട്രാക്ഷൻ കൺട്രോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ യൂസ് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. ഏതൊരു മോട്ടോർ സൈക്കിളിനും കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബഡ്ജറ്റ് വെച്ച് കൊടുക്കുന്നില്ല, പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയിട്ടല്ല, 80% വേസ്റ്റ് ആണ്. ഓക്കെ, ഒരു ആവശ്യമില്ല, നമുക്ക് നോർമലി ത്രോട്ടിൽ എടുക്കുമ്പോൾ ആവശ്യമില്ല. പക്ഷേ ഇതേപോലത്തെ ചെറിയ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും ഒരു എയ്ഡ് ഉണ്ടാവും. ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് R15 ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാലും ഉള്ള കാര്യം ഇത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എൻ്റെ R15 ഡ്യുവൽ ചാനൽ ABS. പിന്നെ അതിനൊരു ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ എൻ്റെ വേരിയൻ്റ് റെഡാണ്. റെഡ് അറിയാം എല്ലാവർക്കും. ബേസ് വേരിയൻ്റാണ്. ബേസ് വേരിയൻ്റ് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നില്ല. ഞാൻ ഇറക്കുന്ന സമയത്ത് ഓപ്ഷനിലായിട്ട് ആഡ് ചെയ്താണ് ഞാൻ അതെടുത്ത്. ഒരു 5,000 rupees അഡീഷണലായി, പക്ഷേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്.
ബെനിഫിഷ്യൽ ആണെന്ന് വെച്ചാൽ അതും ഇതേപോലെ തന്നെ ലോങ് വേ പോകുന്ന സമയത്ത് ബൈ ഡയറക്ഷൻ അല്ല, നമുക്ക് അപ്പ് ഷിഫ്റ്റ് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബെനിഫിഷ്യലാണ്. ഞാൻ ഇപ്പം പെട്ടെന്ന് ഒരു ഹാർഡ് ആക്സിഡൻറ്റ് ചെയ്യുന്നു, ഓർ നമ്മളെ അറിയാമല്ലോ, നമ്മൾ നോർമലി ഓടിക്കുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും കോൾ വിളിച്ച് ഫോൺ എടുത്ത് പോക്കറ്റിൽ നിന്ന് എടുക്കും. ആ സമയത്ത് എനിക്ക് ചിലപ്പം ക്ലച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ചിലപ്പോൾ ഫോൺ എടുത്ത് ഓടിക്കുമ്പം ഫോൺ എടുത്ത് സംസാരിക്കണം എന്നല്ല, ഇപ്പം നമുക്ക് അത്യാവശ്യം നമ്മൾ എടുത്ത് പോകും. അത് ഒബ്വിയസ്ലി നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഓക്കെ എനിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ഓക്കെ ഇത് കൈ കൊടുത്തിട്ട് ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ ഒരു ഈസിനെസ് ആണ്. യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അത് ആ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. പിന്നെ സ്മൂത്താണ്. ലോവർ ആർ പി എം, ഒരു 4000 RPM, ഒരു 3000-3500 RPM സ്റ്റിൽ നമ്മൾ പയ്യെ കൈ കൊടുത്തിട്ട് ഗ്യാസ് കൊടുത്തിട്ട് അപ്പ് ചെയ്താലും നല്ല സ്മൂത്തായിട്ട് അപ്പായി പോകുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു ഡിമെറിറ്റ് ആണോ എന്ന് അറിയത്തില്ല. ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് ഇച്ചിരി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം MDയിലായാലും എനിക്കൊരു ഫസ്റ്റത്തെ ചെയിൻ സ്പ്രോക്കറ്റ് 2 ലൈഫ് കുറവായിരുന്നു, രണ്ടാമത്തോട്ട് ഒരു 15 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ കിക്ക് ഷിഫ്റ്റർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടൈമിൽ ഒരു 12-11 തീരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ തോന്നലാണോ എന്ന് അറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതും ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ്. ഇനി നമ്മളൊരു കിക്ക് ഷിഫ്റ്ററുള്ള വണ്ടി കാണണമെങ്കിൽ ഓക്കെ നമുക്ക് ഡ്യൂക്ക് സീരീസ് 250, ഇതിന് മുകളിലോട്ട് 390 ഓർ അപ്രീലിയ, അങ്ങനെ ഒരു ബഡ്ജറ്റ് പോകണം. അപ്പം ബഡ്ജറ്റിൽ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതൊരു കൺവീനിയൻസ് ആണ്. നമുക്കൊരു 2.5 ലാഖിൽ ഈ ഒരു കിക്ക് ഷിഫ്റ്റർ, ട്രാക്ഷൻ കൺട്രോൾ ചേർന്ന ഒരു മെഷീൻ, പിന്നെ ഒരു അഗ്രസീവ് ലുക്ക്, ഒരു R7 മിനിയേച്ചർ പോലെയാണ് എനിക്ക് എൻ്റെ വണ്ടി കാണുമ്പോൾ തോന്നുന്നത്. എപ്പം ഞാൻ വണ്ടിയിൽ കയറി ഇരുന്നാലും എനിക്കൊരു പ്രോപ്പർ സ്പോർട്സ് ബൈക്ക് ഇരിക്കുന്ന ഫീൽ കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ബഡ്ജറ്റിന് എൻ്റെ പൈസയ്ക്കും എനിക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും വെച്ച് അത് എൻ്റെ ഒരു പ്രീമിയം മെഷീനാണ്. അപ്പോൾ എനിക്കൊരു ഫീലുണ്ട്. ഞാൻ ഏതൊരു ടൈം എൻ്റെ വണ്ടിയിൽ കയറി ഇരുന്നാലും എനിക്ക് കിട്ടുന്ന ഫീല് ആ ഒരു പ്രീമിയമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ 2 വണ്ടിയും ഇപ്പോഴും യൂസ് ചെയ്തേക്കുന്നത്. മെയിൻലി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കേസ്. അതിൽ രണ്ട് വണ്ടികളും എനിക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, എഫിഷ്യൻ്റ് ആണ്. അപ്പം ആ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഈ 2 വണ്ടിയും വെച്ചിരിക്കുന്നത്. പിന്നെ 2 വണ്ടിയും ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീൽ രണ്ടാണ്. എനിക്ക് ഒരിക്കലും MD എടുത്ത് ഓടിച്ച് R15 ഓടിക്കുമ്പോൾ പോലെ തോന്നിയിട്ടില്ല. പിന്നെ ചില സമയങ്ങളിൽ ഇനിഷ്യൽ ടോർക്ക്, അതായത് ഞാൻ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറുന്ന സമയത്ത് ഞാൻ MDയുടെ സ്പ്രോക്കറ്റ് വാങ്ങി ഇടാറുണ്ട്. മെയിൻലി എനിക്ക് ലോ ആൻഡ് ടോർക്ക് കുറച്ചുകൂടെ കിട്ടുക. കാരണം ഞാൻ ചില സമയത്ത് നമ്മൾ പയ്യായിരിക്കും, കൂടുതൽ എൻ്റെ വീടിൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ അത്യാവശ്യം ഹൈവേ ആണ്, ട്രാഫിക്ക് കുറച്ച് കൂടുതലാണ് ഈവനിങ് ടൈം. അപ്പം ഞാൻ കൂടുതലും വലിയ സ്പീഡൊന്നും പോകാറില്ല, ഒരു 70-80 നിൽക്കുന്നത്. ആ സമയത്ത് ഇനിഷ്യൽ ടോർക്ക് ഇല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് റവ് ചെയ്യേണ്ടി വരും. അപ്പം സ്പ്രോക്കറ്റ് വലുതാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഞാൻ റവ് ചെയ്യേണ്ട, കുറച്ച് റവ്സ് തന്നെ പെട്ടെന്ന് സ്പീഡ് ക്ലൈംബ് ചെയ്യും. അതിനുവേണ്ടി ഞാൻ സ്പ്രോക്കറ്റ് മാറ്റി ഇടാറുണ്ട്. അല്ലാതെ പക്ഷം ഞാൻ നോർമലി ഇപ്പം എനിക്ക് ഇപ്പോൾ അടുത്ത സ്പ്രോക്കറ്റ് മാറുവാണ്, എൻ്റെ ട്രിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ മാറ്റിയിടും. മെയിൻലി ഈ സ്പ്രോക്കറ്റ് മാറുന്നതെന്ന് പറഞ്ഞാൽ ഒരു 40th ഡിഫറൻസ് ഉണ്ട്. ടോപ്പ് സ്പീഡ് കട്ട് ഓഫ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനിഷ്യൽ അത്യാവശ്യം ബമ്പപ്പ് ആവും, മിഡും സ്ട്രോങ് തന്നെയാണ്. അതുകൊണ്ട് സ്പ്രോക്കറ്റ് സെയിം ഇട്ട് നമുക്ക് ടൂർ ചെയ്യാൻ പറ്റും. സ്റ്റിൽ കംഫർട്ടബിളായിട്ട് ടൂർ ചെയ്യുന്നത് R15 സ്റ്റോക്ക് സ്പ്രോക്കറ്റ് ഇട്ടാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, ക്രൂസിങ് സ്പീഡ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ ഇതാണ് ഈ 2 വണ്ടി ഞാൻ കയ്യിൽ വയ്ക്കാനുള്ള കാരണം. ഇത് നിങ്ങൾ ആരായാലും ഒരിക്കലും MDയും R15 ഒന്നാണെന്നും പറഞ്ഞ് പോയി എടുക്കരുത്. രണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പ്ലാനുണ്ട്, ഇപ്പോൾ എന്നെപ്പോലെ ഒരു എന്തൂസിയാസ്റ്റാണ്, നിങ്ങൾക്ക് ഒരു ട്രാക്കിലോ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, വണ്ടിയോട് ചേർന്ന് നിൽക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഒബ്വിയസ്ലി R15 ഓർ അതേപോലത്തെ ഒരു മെഷീൻസ്, ഞാൻ R15 സജസ്റ്റ് ചെയ്യുന്നില്ല. മിനിമം നമുക്ക് ആ ഒരു കാറ്റഗറിയിലെങ്കിലും പോകണം, പ്രോപ്പറായിട്ട് നമുക്കൊരു പ്രോപ്പർ സ്പോർട്സ് മെഷീനായിട്ട് പഠിക്കാനായിട്ട്. അപ്പം അങ്ങനത്തെ മോഡൽസ് ചൂസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ടേക്ക് എ ടെസ്റ്റ് റൈഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിൻ ഇതിലുണ്ട്, ഇത് പ്രൈസ് കുറവാണ്, അതുകൊണ്ട് ഇതെടുക്കാം എന്ന് മാത്രം ചിന്തിക്കരുത്. നമ്മുടെ പർപ്പസിന് എഗെയിൻസ്റ്റ് ആയിരിക്കണം നമ്മളെ വണ്ടി. എൻ്റെ ഒന്നാമത്തെ പർപ്പസ് സിറ്റി ഡ്രൈവ്, അതിലെനിക്ക് MD ഉണ്ട്. ഹൈവേ പോകണമെന്ന് എനിക്ക് ലോങ് അടിക്കുമെന്ന് തോന്നുമ്പോൾ ഞാൻ R15 പോകുന്നുണ്ട്. അപ്പം എനിക്ക് രണ്ടും എൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സർവീസ് കോസ്റ്റും ഒബ്വിയസ്ലി ചീപ്പല്ല. ഒരു 200cc മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കാണ് ഞാൻ ഈ 2 വണ്ടികളും കീപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ സർവീസ് കോസ്റ്റ് അഫോർഡബിൾ ആയതുകൊണ്ട് യമഹ എടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. 2 വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 2ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എപ്പോൾ എടുത്ത് നമ്മൾ യൂസ് ചെയ്താലും ആ ഒരു ഹാപ്പിനെസ്, ഞാൻ സ്പെൻഡ് ചെയ്ത പൈസയ്ക്ക് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 വണ്ടി ഞാൻ ഇപ്പോഴും കയ്യിൽ വെച്ചേക്കുന്നത്. എന്തെങ്കിലും എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മാറുമ്പോൾ വണ്ടി അപ്ഡേറ്റ് ആവുമെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ സ്റ്റിൽ ഐ വിൽ കീപ് ദം ബോത്ത്, ബിക്കോസ് ഇത് രണ്ടുമാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഞാൻ ലേൺ ചെയ്ത് വന്നത്. അപ്പം ഈ 2 വണ്ടി ഞാൻ ഓടിച്ച് കുറച്ചും കൂടെ മെച്യൂറായി. എൻ്റെ ലൈഫിൽ കുറച്ച് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന രീതിയായാലും, വണ്ടിയെ കൺട്രോൾ ചെയ്യുന്ന രീതിയായാലും, പിന്നെ ഒരു സ്പോർട്സ് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ നമുക്ക് കോർണർ എടുക്കണം, എങ്ങനെ നമ്മൾ കംഫർട്ടബിളായിട്ട് നമുക്കൊരു ക്രൂസിങ് സ്പീഡ് പിടിക്കാം, എങ്ങനെ ത്രോട്ടിൽ ചെയ്യണം, എങ്ങനെ മൈലേജ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം, എല്ലാം ഞാൻ പഠിച്ച ഈ 2 മെഷീനിൽ നിന്നാണ്. അപ്പോൾ സിറ്റിയിൽ എനിക്ക് എഫിഷ്യൻസി കൂടുതൽ വേണം, അപ്പം എങ്ങനെ സ്ലോ ത്രോട്ടിൽ ചെയ്യണം, അപ്പോൾ MD എടുത്തുകൊണ്ട് പോയാൽ കുറച്ചും കൂടെ എനിക്ക് എഫിഷ്യൻസി കൂടുതൽ, അതിന് കുറച്ച് ത്രോട്ടിൽ ചെയ്താൽ മതി. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും വെച്ചേക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു വണ്ടി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ
രണ്ട് വണ്ടിയും ടെസ്റ്റ് റൈഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബോഡി സ്ട്രക്ചർ നോക്കുക. നിങ്ങൾക്ക് ബോഡി ഓക്കെ ആണ്, നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കിലോമീറ്റർ ആയി. ആരെയെങ്കിലും ഇപ്പം വേറെ ആരെങ്കിലും ഓണർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് ഫീൽ ചെയ്ത് കൊടുത്തിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. ചാടി കയറി കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടാണ് വണ്ടി എടുത്തിട്ട് ഹാൻഡിൽ മാറ്റും. ഓക്കെ, ഇതിൻ്റെ താന്നിരിക്കുന്ന സ്പ്ലിറ്റ് ഹാൻഡിൽ ബാർസാണ് വരുന്നത്. താന്നിരിക്കുന്ന ഹാൻഡിൽ ബാറാണ്. അപ്പോൾ ഹാൻഡിൽ മാറ്റി അപ്രൈറ്റ് ആയിട്ടുള്ള നമ്മൾ MD സീരീസിൻ്റെ ഹാൻഡിൽ എടുത്തേക്കും. നമുക്ക് ആ ഒരു ലുക്ക് ഇഷ്ടമാണ്, ഈ ഒരു പോസ്റ്റർ ഇഷ്ടമല്ല എങ്കിൽ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. കാരണം ആ വണ്ടിയുടെ ക്യാരക്ടറാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. ഓരോ വണ്ടിക്കും ഓരോ ക്യാരക്ടറുണ്ട്, അതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യാം. പക്ഷേ ആ ഒരു സാധനം നമ്മൾ എടുക്കുന്ന സാധനത്തിന് ജസ്റ്റിഫിക്കേഷൻ വേണം. അത് കുറേ നമ്മളെ പഠിപ്പിക്കും. ഞാൻ MD വാങ്ങിച്ച് ഒരു 3 കൊല്ലം പഠിച്ചെന്ന് വേറെ സാധനങ്ങൾ എനിക്ക് പഠിക്കാൻ ഈ R15 ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ അത് കീപ്പ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ അത് ഓടിക്കുമ്പോൾ എൻ്റെ മുഖത്തൊരു സ്മൈലുള്ള ആ ഒരു സ്മൈൽ വരുന്നെങ്കിൽ ആ വണ്ടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ്. അപ്പം ഒരിക്കലും നിങ്ങൾ വേറെ ഇപ്പം നിങ്ങൾ മൈൻഡ് ചെയ്യുക, ചോയ്സ് എന്താണെന്ന് നിങ്ങൾ മൈൻഡിൽ ഫോക്കസ് ചെയ്യുക. ഒരു നേക്കഡ് വണ്ടി വേണം എനിക്ക് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യണം, ഗോ ഫോർ MD എന്ന് പറയില്ല, ഗോ ഫോർ എ സ്ട്രീറ്റ് നേക്കഡ്. ഓക്കെ, നിങ്ങൾക്കൊരു ട്രാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ എബിലിറ്റീസ്, ഒരു കോർണറിങ് എബിലിറ്റീസ് ആയാലും കുറച്ചും കൂടെ ഫീഡ്ബാക്ക് കിട്ടണം. കാരണം നമ്മുടെ R15 നമ്മൾ കുറച്ചും കൂടെ ലീൻ ചെയ്തായിരിക്കുന്നുണ്ട്. നമ്മൾ ഹാൻഡിൽ ബാറിൽ നമ്മൾ അത്യാവശ്യം പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇമ്പാക്ട്സ് കാര്യങ്ങൾ വണ്ടി റോഡിൽ നടക്കുന്ന കാര്യം നമുക്ക് ഡയറക്റ്റ് ഇൻപുട്ടായിട്ട് നമ്മൾ ഹാൻഡിൽ അറിയാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ അൻഡുലേഷൻ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതൊരു ഫീലാണ്. അപ്പോൾ അത് തന്നെ നമ്മളിപ്പോൾ വണ്ടി ഒരു കോർണർ എടുക്കുന്ന സമയത്ത് വണ്ടി പോകും, ടയർ എവിടെ നിൽക്കുന്നുണ്ട്, വണ്ടി പാളി പോകും, അല്ല വണ്ടി പോകുന്നുണ്ട്, അത് നമുക്ക് ഒരു ടൈം പീരീഡ് നമുക്കത് മനസ്സിലാവും. അത് നമ്മൾ പഠിപ്പിക്കുന്നതാണ്, നമുക്ക് ആ വണ്ടിയിൽ നിന്ന് പഠിച്ച് വരുന്ന കാര്യം. അത് നിങ്ങൾ ഈ ഹാൻഡിൽ ബാർ പറ്റി നൂത്ത് വെച്ചാൽ അത് കിട്ടത്തില്ല, അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ആ വണ്ടിയാണ് നമ്മൾ എന്താ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ ഇത് എൻ്റെ കയ്യിലുള്ള വണ്ടികൾ, എനിക്ക് ഇതിന്നും ഫണ്ടുണ്ടായും ചിലപ്പോൾ ഇതിൽ നിന്ന് വേറെ വണ്ടികളായിരിക്കും ഞാൻ എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിൽ ഈ 2 വണ്ടിയും എന്നെ ഇത്രയും കാര്യങ്ങൾ ടോട്ട് ചെയ്തിട്ടുണ്ട്. MD ഞാൻ എടുക്കുന്ന സമയത്ത് 3000 കിലോമീറ്ററിലായിരുന്നു ഓരോ സർവീസ് വന്നുകൊണ്ടിരുന്നത്. 5 months ഓർ 3000 കിലോമീറ്റർ, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അതിപ്പോൾ R15 എടുത്ത സമയത്ത് ഒരു 1000 കിലോമീറ്റർ എക്സ്ട്രാ ആഡ് ഓൺ ആക്കിയിട്ടുണ്ട്. 4000 കിലോമീറ്ററിലായിരിക്കും ഓരോ സർവീസ് ഇൻ്റർവെൽ വരുന്നത്. ഞാൻ മാക്സിമം ഈ ഒരു 3 തന്നെ 2 വണ്ടിയും ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എഞ്ചിൻ്റെ ഓയിലിൻ്റെ ലൈഫ് ഒരു 3 to 4 ഇല്ല 3000 ആണ് മാക്സിമം. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഫുള്ളി സിന്തറ്റിക്കിലോട്ട് പോവേണ്ടി വരും. ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ ഇനി MotoGP എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 1300 rupees ആണ് ആ ഒരു ഓയിലിന് മാത്രം വരുന്നത്. നോർമൽ ഓയിലിന് 600 rupees വരുന്നുള്ളൂ. ആ ഒരു റേസിംഗ് സ്പെക് ഓയിലാണ്. അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ 4000 കിലോമീറ്റർ വരെ കൊണ്ടുപോകാറുണ്ട്. അല്ലാത്ത നോർമൽ ഓയിൽ ഞാൻ 3000 തന്നെയാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 3000 ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ലൈഫ് കൂടുതലാണ്. എഞ്ചിൻ്റെ ഒരു സ്മൂത്ത്നെസ്, നമ്മൾ ആ ഫസ്റ്റ് ടൈം എടുക്കുന്ന ഒരു സ്മൂത്ത്നെസ് എനിക്ക് ഇപ്പോഴും എൻ്റെ വണ്ടി രണ്ടിലും ഫീൽ ചെയ്യുന്നുണ്ട്. MD ഓൾമോസ്റ്റ് 1 lakh ആയിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം മേടിച്ച എങ്ങനെയാണോ അതിൽ നിന്ന് ചെറിയ വേരിയേഷൻസ് ഇല്ല എന്നല്ല, ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഫീൽസ് പെപ്പി, ഇറ്റ് ഫീൽസ് എലൈവ്. അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും ഈ 2 വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3000 ഇൻ്റർവെൽസ് മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു ടൈം നോക്കിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ടൈം നോക്കി ചെയ്യരുത്. ഓയിലാണ് മാറുന്നത്. ഓക്കെ, ടൈം ജസ്റ്റ് എ നമ്പർ. നമ്മുടെ വണ്ടിക്ക് അകത്ത് കിടക്കുന്ന ഓയിൽ പ്രോപ്പർ ലൂബ്രിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വണ്ടി ഡാമേജ്, എഞ്ചിനകത്ത് വേറെ കൂടിക്കഴിഞ്ഞാൽ എഞ്ചിൻ അവസാനം നമ്മൾ അയക്കേണ്ട അവസ്ഥ കാര്യങ്ങളൊക്കെ വരും. അപ്പം അതുകൊണ്ട് തന്നെ ഓയിൽ ഒരു 3000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ മാറ്റുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലോങ് ഓടുന്ന സമയത്ത്, ഇപ്പം ഞാൻ ചിലപ്പം ലാസ്റ്റ് ഞാൻ പോയ ഒരു 1600 കിലോമീറ്റർ എന്തുണ്ടായിരുന്നു, ആ ടൈമിൽ ഞാൻ ഒരു 2000 ആയപ്പോൾ തന്നെ ഓയിൽ മാറി. അപ്പം ഞാൻ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ യൂസ് ചെയ്യുക. ഏതൊരു സാധനമായാലും മാറണമെന്ന് ഞാൻ എല്ലായിടത്തും റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്തോ ഒരു സാധനമായാലും നമ്മൾ കുറേ നേരം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒബ്വിയസ്ലി അതിൻ്റെ പ്രോപ്പർട്ടീസ് ലൂസ് ആവും, ഡിസ്ട്രോഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കംഫർട്ടബിലിറ്റിക്ക് ഞാനൊരു 2000 കിലോമീറ്റർ തന്നെ ആ ഓയിൽ മാറിയിൽ എനിക്ക് കുറച്ച് എമൗണ്ട് നഷ്ടമുണ്ട്. പക്ഷേ എഞ്ചിനിന് വലിയ പ്രശ്നങ്ങളോ വന്നിട്ടില്ലെങ്കിൽ ഐ ആം ഹാപ്പി. കാരണം ഇപ്പോൾ 40,000 കിലോമീറ്റർ ആയി. 2 വർഷം കൊണ്ട് ഞാൻ 40,000 കിലോമീറ്റർ ഓടിച്ച് എനിക്ക് എഞ്ചിൻ വൈസ് എനിക്കൊരു ഇഷ്യൂ ഇല്ല. ബോഡി പാനൽസ് വൈസും ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ പിന്നെ PPF അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ 2 വണ്ടിയിലും ചെയ്തിട്ടില്ല. സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. PPF ചെയ്യാനായിട്ട് ഈ ടാങ്കിന് മാത്രം എന്തോ 6 രൂപ എന്തോ ആണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്. 4 to 6 എന്തോ ആണ്. അതിനെക്കാട്ടിയും നല്ലത് ഈ ഫുള്ളായിട്ട് ഡാമേജ് ആകുമ്പോൾ ഈ പാനൽ മാത്രം മാറിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ഈ ഒരു പൈസ കൂടിപ്പോയി 1000 രൂപ അഡീഷണൽ അത് ചെയ്യുന്നത് എൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇങ്ങനെ PPF ചെയ്യുന്നതിനൊന്നും വലിയ ഫാനല്ല. ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഈ പുതിയൊരു വണ്ടിയിൽ നിങ്ങളിപ്പം എടുത്ത ഫ്രഷ് വണ്ടി കൊണ്ട് PPF ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോൾ സ്ക്രാച്ചൊക്കെ വന്നതിന് ശേഷം ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഓൾറെഡി നിങ്ങൾ ഫണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിൽ അവർ മാക്സിമം പോളിഷും കാര്യങ്ങളും ചെയ്താണ് തന്നു വിടുന്നത്. ആ വണ്ടി തന്നെ വീണ്ടും നമ്മൾ പോളിഷ് ചെയ്ത് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു കവർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒരു ചെറിയ തട്ടൊക്കെ വന്നാൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു ക്രാഷ് ഒന്നും വന്നാൽ എനിക്ക് തോന്നുന്നില്ല അത് ഫുള്ളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അത് ഒബ്വിയസ്ലി നിങ്ങളുടെ ചോയ്സാണ് യുവർ വെഹിക്കിൾ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് നോർമൽ ജനറൽ സർവീസിന് ഞാൻ മിക്കവാറും MotoGPയുടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്.
ടിക്ക് ഞാൻ മോട്ടോ ജി പി ആണ് ഉപയോഗിക്കുന്നത്. R15 ഞാൻ നോർമൽ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത്. എനിക്ക് നോർമൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പം രണ്ടും ചെക്ക് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മറ്റേത് രണ്ടും ഇപ്പോൾ മറ്റേത് 4000 കിലോമീറ്റർ MT, ഇത് 3000 മാറുന്നത്. രണ്ടിലും സത്യം പറഞ്ഞാൽ നോർമൽ ഓയിൽ ഒരു വണ്ടി ഒന്ന് ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഒരു 7000 RPM മുകളിൽ 11,500 ടോട്ടൽ. അപ്പോൾ RPM മുകളിൽ ചെറിയ വൈബ്സ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ മോട്ടോ ജി പി ഓയിൽ ഒഴിക്കുമ്പോൾ ലോവർ RPMസിൽ കുറച്ച് വൈബ്രേഷൻ ഉണ്ട്. ഹീറ്റായി കഴിയുമ്പോൾ കേസാണ്. ടോപ്പിലോട്ട് പോകുമ്പോൾ റെവ് ചെയ്ത് കയറുമ്പോൾ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് അതാണ്. ഹയർ റെവ്സ് കുറേ നേരം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മോട്ടോ ജി പിയുടെ ആ ഒരു മോട്ടോ ജി പി ഓയിൽ, ആ ഒരു ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ജനറേഷൻ കുറവായിരിക്കും. ഹൈ എൻഡ് പെർഫോമൻസിൽ കുറച്ച് നേരം ബൂസ്റ്റ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ കൂടുമെന്നല്ല, കീപ്പ് ചെയ്യാൻ പറ്റും കുറേ നേരത്തേക്ക്. അപ്പം അത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഉള്ളത് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ട് ഓയിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3000-3500 തന്നെ ഞാൻ മാറും. രണ്ടായാലും മറ്റേതാണെങ്കിൽ 3000 തന്നെ സ്ട്രിക്റ്റ് മാറും. മോട്ടോ ഒഴിക്കുകയാണെങ്കിൽ 3500 4 ഇരിക്കില്ല, അതിന് മുന്നേ മാറും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലൈഫ് കിട്ടിയെന്നാണ് തോന്നുന്നത്. അപ്പം ആവറേജ് സർവീസ് കോസ്റ്റ് 2500 ആ റേഞ്ചിലോട്ട് നോക്കിയാൽ മതി മോട്ടോ ജി പി ഓയിൽ യൂസ് ചെയ്യുന്ന ആൾ. അല്ലാത്ത വർഷം ഒരു 1500 ആ റേഞ്ചിൽ നമുക്ക് രണ്ട് വണ്ടിയും സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സർവീസ് ഇൻ്റർവെൽ ബാക്കി ബ്രാൻഡ്സിന് നോക്കിയാൽ കുറവാണ്. ഇപ്പം കമ്പനി തന്നെ റെക്കമെൻഡ് ചെയ്യണം 4000 ഉള്ളൂ. മിക്ക ബ്രാൻഡ്സിനും 7000-8000 ആണ്. പക്ഷേ എഞ്ചിന് അവരെ റിലയബിലിറ്റി ഫാക്ടറിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതായിരിക്കാം. കാരണം നേരത്തെ കൂട്ടി ഓയിൽ ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ 1 ലിറ്റർ ആണ് ഓയിലിൻ്റെ പാക്ക് വരുന്നത്. 9.5 ലിറ്റേഴ്സ് ഒഴിച്ചാൽ മതി എഞ്ചിനിൽ. അപ്പോൾ അതാണ് എഞ്ചിന് ആവശ്യമുള്ളത്. ടോപ്പ് അപ്പ് ഒന്നും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. ഈ 1 കിലോമീറ്റർ പിന്നിൽ എനിക്ക് ടോപ്പ് അപ്പിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. എപ്പോഴും ചേഞ്ച് ചെയ്യുമ്പം ആ ഓയിലിൻ്റെ അളവ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിൽക്കാറുണ്ട്. ആ 9.5 ആണെങ്കിൽ 9.5 ഓൾമോസ്റ്റ് 8.9 9.5 ഇടയിൽ തന്നെ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അധികം അങ്ങനെ എഞ്ചിൻ ഓയിൽ കുടിക്കുന്ന വണ്ടിയൊന്നും അല്ല ഹൈ റേവ്സിൽ നിന്നാലും. അപ്പം ഞാൻ പറഞ്ഞ ഈ ക്രൂസിങ് സ്പീഡിൽ പോയിട്ട് തിരിച്ച് വന്നാലും എനിക്ക് ഓയിലിന് അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. അല്ലാതെ ജനറൽ മെയിൻ്റനൻസ്, പിന്നെ ചെയിൻ സ്ട്രോക്കിന് ലൈഫ് കുറവാണ്, അത് പറയണം. മിക്ക ബ്രാൻഡ്സിനും എനിക്ക് തോന്നുന്നു 15+ കിട്ടും. ഇവർക്ക് മാക്സിമം ആണ് 15. പിന്നെ ഫസ്റ്റത്തെ ചെയിന് വളരെ മോശമായിരുന്നു. MT 2019 എടുത്ത സമയത്തും ഒരു 8 to 10 അതിനിടയിൽ എന്തോ കിട്ടിയുള്ളൂ. സെയിം R15 എടുത്ത സമയത്ത് ഇത് തന്നെയാണ്. ചെയിൻ്റെ ക്വാളിറ്റി ഇത്തിരി യമഹ കുറച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പം അതൊന്ന് ബാക്കി സെക്കൻഡൊക്കെ ഇട്ടത് പിന്നും കുഴപ്പമില്ല. പിന്നെ ഈ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ പ്രശ്നം കൊണ്ടും വരാം. അത് പിന്നെ ഞാൻ നോക്കത്തില്ല. പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ്, പാർട്സ് ഇത്തിരി നല്ല കോസ്റ്റ്ലിയാണ്. 4000 രൂപ വരുന്നുണ്ട് ചെയിൻ സ്പ്രോക്കറ്റ് സർവീസ് സെൻ്ററിൽ നിന്ന് മാറിയെടുക്കാൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം കുറച്ചും കൂടെ പ്രീമിയം മെഷീനിൽ പോയാൽ അവർക്ക് ഈ പ്രൈസൊക്കെ വരുന്നുള്ളൂ. ജനറൽ പാർട്സ് സ്പെയറൊക്കെ വരാൻ നേരത്ത് അത്യാവശ്യം ഓക്കെയാണ്. ഓയിൽ ഫിൽറ്ററിന് 300 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു കൺസിഡറേഷനിൽ FC സീരീസിന് നല്ല കുറവാണ്, 150 രൂപ എന്തോ വരുന്നുള്ളൂ. എടുത്ത് വെച്ച് നോക്കി രണ്ടും ഒരേപോലെ തോന്നും. പക്ഷേ ചിലപ്പോൾ എലമെൻറ്റ്സ് ഡിഫറൻസ് ആയിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷേ രണ്ടിന് അത്യാവശ്യം പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ പ്രീമിയമാണ് യമഹയുടെ. ഇപ്പോഴാണ് അവർ R3 ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുവരെയും ഞാൻ 2 വണ്ടി എടുക്കുമ്പോഴും യമഹയുടെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ മോട്ടോർ സൈക്കിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നിരത്തിലൊക്കെ കൊണ്ട് ഇറങ്ങുമ്പം യമഹയുടെ ഒരു പ്രീമിയം മെഷീൻ, ആ ഒരു ക്വാളിറ്റി, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഡിസൈൻ, എലഗൻസ്, 2 വണ്ടി ആയാലും എനിക്ക് ഐ ക്യാച്ചിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വണ്ടികളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എപ്പോൾ എടുത്ത് നോക്കിയാലും എപ്പോൾ വന്ന വണ്ടിയെ കണ്ടാലും വാവ്, ആ ഒരു ഫാക്ടർ എനിക്ക് എപ്പോഴും ഉണ്ടാവും. അതെന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഒരു ഇഷ്ടമാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് എൻ്റെ വണ്ടികളെക്കുറിച്ച് പറയാനായിട്ടുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതേപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബിബിൻ സൈനിങ് ഓഫ്. ബൈ.